ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈല് ഒരു സ്പെഷ്യൽ കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിൽ ഒരു ബോക്സ് കാടമുട്ടയാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൽ 50 എണ്ണം ഉള്ള ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 25 മുട്ട എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന് ഞാനൊരു 25 മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് ചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ അമ്മയാണ് എന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാറ്. ഇന്നിപ്പോൾ ചേട്ടനാണ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇന്ന് തട്ടുകട സ്റ്റൈലിലെ കാടമുട്ട റോസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടനും ചേട്ടൻ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് പുറത്ത് പോയി കഴിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് പറഞ്ഞു, നിനക്ക് ഇതുപോലെ ഒന്ന് ഈ കാടമുട്ട റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇത് മേടിച്ചു കൊണ്ട് വരിക ചെയ്ത്. അപ്പോൾ വിചാരിച്ചു ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം, അതപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ 25 മുട്ട ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതേ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പുഴുങ്ങാൻ വയ്ക്കാം. അപ്പം ഞാനിത് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാടമുട്ട പുഴുങ്ങിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങിയതായിട്ടുണ്ട്. ഞാനിത് തൊലി പൊളിച്ച് തുടങ്ങി. തൊലി പൊളിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മുട്ട തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മുട്ട എത്ര എടുത്തിട്ടുണ്ടതിനനുസരിച്ചിട്ട് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കണത്. ഇത് ചേട്ടനെ കൊണ്ട് തന്നെ കഴിപ്പിച്ചെന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ഇത് എങ്ങനെയുണ്ട്, രസമുണ്ടോന്ന്. ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ മുട്ട ഇളക്കി കൊടുക്കാം. മുട്ടയും ഈ മുളക് പൊടിയൊക്കെ ഒന്ന് യോജിച്ച് തരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുക്കിയിട്ടുള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിച്ചിട്ടുള്ളത് ചേട്ടനാണ്. അപ്പം ഞാൻ ചേട്ടൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ എന്നിട്ട് പറയണമെന്ന്. എങ്ങനെയുണ്ട്, രസമുണ്ടോ? നന്നായിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ കഴിച്ചപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയും
അതുപോലെ തന്നെ എരിവൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇവിടെ നെയ്യ് ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ കറക്റ്റ് മാച്ചായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നന്നായിട്ടുണ്ടെന്നാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒറ്റക്കട സ്റ്റൈല് മുട്ട റോസ്റ്റാണ്. പലരും ചിലപ്പോൾ ഇതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ചേട്ടന്മാരൊക്കെ ഏകദേശം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പോലത്തെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ അതെനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.